രാഹുൽ മാങ്കുട്ടനെതിരായ കേസിൽ നിർണായക നീക്കവുമായി പോലീസ്. അന്വേഷണ സംഘത്തിൽ IPS ഉദ്യോഗസ്ഥയെ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരം. ഗർഭഛിദ്രം നടത്തിയെന്ന് പറയപ്പെടുന്ന യുവതിയുമായി ഇവർ സംസാരിച്ചു എന്ന വിവരവുമുണ്ട്. നിലവിൽ ക്രൈംബ്രാഞ്ചാണ് കേസ് അന്വേഷിക്കുന്നതെങ്കിലും നേരിട്ടുള്ള പരാതി ലഭിച്ചിരുന്നില്ല. മൂന്നാം കക്ഷിയുടെ മൊഴിയുടെ സഹായത്തോടെയാണ് അന്വേഷണം തുടരുന്നത്. കോഴിക്കോട് ലഹരിമരുന്ന് ഉപയോഗത്തിനിടെ മരിച്ച യുവാവിന്റെ മൃതദേഹം സുഹൃത്തുക്കൾ ചതുപ്പിൽ ചവിട്ടിത്താഴ്ത്തിയ കേസിൽ കഴിഞ്ഞ ദിവസം പിടിയിലായ രണ്ടാം പ്രതിയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. അന്ന് നടന്ന സംഭവങ്ങൾ വിശദമായി രഞ്ജിത്തിൽ നിന്നും പോലീസ് ചോദിച്ചറിഞ്ഞു. അസ്ഥികൾ ഒഴുക്കിയെന്ന് പ്രതികൾ പറയുന്ന വരയ്ക്കൽ ബീച്ചിലും തെളിവെടുപ്പ് നടന്നു. മറ്റ് 2 പ്രതികളെയും 2 ദിവസത്തെ കസ്റ്റഡിയിൽ ലഭിച്ചിട്ടുണ്ട്. 5ാമത് ലോക തേക്ക് കോൺഫറൻസിന്റെ ഭാഗമായി കേരളത്തിലെത്തിയ അന്താരാഷ്ട്ര പ്രതിനിധി സംഘം നിലമ്പൂർ സന്ദർശിക്കുന്നു. 40ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളാണ് തേക്ക് കോൺഫറൻസിൽ പങ്കെടുക്കാനായി കൊച്ചിയിലെത്തിയിട്ടുള്ളത്. 3 ദിവസങ്ങളിലായി നടന്ന വിശദമായ സെഷനുകൾക്ക് ശേഷം സംഘടിപ്പിക്കുന്ന ഫീൽഡ് വിസിറ്റിന്റെ ഭാഗമായാണ് പ്രതിനിധി സംഘം ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന തേക്ക് പ്ലാന്റേഷനായ കനോളിസ് പ്ലോട്ട് സന്ദർശിക്കുന്നതിനായി നിലമ്പൂരിലേക്ക് തിരിക്കുന്നത്. തിരുവനന്തപുരം പേരൂർക്കട SAP ക്യാമ്പിലെ പോലീസ് ട്രെയിനി ആനന്ദിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹതയെന്ന് സഹോദരൻ അരവിന്ദൻ. പേരൂർക്കട SHOയ്ക്കും SAP കമാൻഡന്റിനും കുടുംബം പരാതി നൽകി. ഇന്നലെ രാവിലെയാണ് ആനന്ദിനെ ബാരക്കിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആനന്ദ് 2 ദിവസം മുമ്പ് 2 കൈകളിലെയും ഞരമ്പ് മുറിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നു. സഹപ്രവർത്തകരും പോലീസും ചേർന്ന് ആശുപത്രിയിൽ കൊണ്ടുപോയി പ്രാഥമിക ശുശ്രൂഷ നൽകുകയും കൗൺസിലിംഗ് നൽകുകയും ചെയ്തിരുന്നു. കണ്ണൂർ മട്ടന്നൂർ കോളാരിയിൽ മണ്ണിടിഞ്ഞു വീഴുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു. കീഴ്പള്ളി സ്വദേശി മനീഷാണ് മരിച്ചത്. കുടിവെള്ള വിതരണ പൈപ്പ് ഇടുന്നതിനിടെയാണ് തൊഴിലാളികളായ കീഴ്പള്ളി സ്വദേശി മനീഷ്, ചെറുപുഴ സ്വദേശി തങ്കച്ചൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. അപകടത്തിൽ മനീഷിന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. മണ്ണെടുക്കുന്നതിനിടെ ചെങ്കൽ ഭിത്തി ഇടിഞ്ഞു വീണതിന്റെ തുടർന്നാണ് അപകടമുണ്ടായത്. ചാമ്പ്യൻസ് ബോട്ട് ലീഗ് സീസൺ 5ന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് വൈകിട്ട് 4 മണിക്ക് കൈനകരി പമ്പയാറ്റിൽ വിനോദസഞ്ചാര പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് നിർവഹിക്കും. IPL ക്രിക്കറ്റ് മാതൃകയിലുള്ള ചുണ്ടൻ വള്ളങ്ങളുടെ ലീഗ് മത്സരമാണ് ചാമ്പ്യൻസ് ബോട്ട് ലീഗ് അഥവാ CBL. 3 മാസം നീണ്ടുനിൽക്കുന്ന 14 മത്സരങ്ങളുള്ള CBL ഡിസംബർ 6-ന് കൊല്ലത്തെ പ്രസിഡന്റ്സ് ട്രോഫിയോടെ സമാപിക്കും. കൃഷിവകുപ്പ് മന്ത്രി P. പ്രസാദ് അധ്യക്ഷനാകും. ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ മുഖ്യാതിഥിയാകും. കൊടിക്കുന്നിൽ സുരേഷ് MP വിശിഷ്ടാതിഥിയാകും. തോമസ് K. തോമസ് MLA മുഖ്യപ്രഭാഷണം നടത്തും. തെക്കൻ കേരളത്തെ കേന്ദ്രീകരിച്ചാണ് CBL മത്സരങ്ങളിൽ ഭൂരിഭാഗവും നടക്കുന്നത്. മലബാർ മേഖലയിലും മധ്യകേരളത്തിലും 3 മത്സരങ്ങൾ വീതം നടക്കും. ചാമ്പ്യൻസ് ബോട്ട് ലീഗ് പ്രമാണിച്ച് കുട്ടനാട് താലൂക്കിലെ കൈനകരി ഗ്രാമപഞ്ചായത്തിൽ ഇന്ന് പ്രാദേശിക അവധി പ്രഖ്യാപിച്ച് ജില്ലാ കളക്ടർ. ഇവിടുത്തെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധിയായിരിക്കും. അതേസമയം പൊതുപരീക്ഷകൾ മുൻ നിശ്ചയിച്ച പ്രകാരം നടക്കുമെന്നും കളക്ടർ അറിയിച്ചു. തമിഴ്നാട്ടിന്റെ അവകാശങ്ങളും ഭാഷയും സ്വത്വവും സംരക്ഷിക്കുമെന്നും തമിഴ്നാട്ടിനെ ഒരിക്കലും തലകുനിക്കാൻ അനുവദിക്കില്ലെന്നും മുഖ്യമന്ത്രി MK സ്റ്റാലിൻ. ദ്രാവിഡ മുന്നേറ്റ കഴകത്തിന്റെ സ്ഥാപക ദിനവും പെരിയാറിന്റെയും അണ്ണായുടെയും ജന്മവാർഷികവും പ്രമാണിച്ച് കരൂരിൽ നടന്ന മുപ്പെരുംവിഴയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു സ്റ്റാലിൻ. തമിഴ് ഹാസ്യനടൻ റോബോ ശങ്കർ അന്തരിച്ചു. 46 വയസ്സായിരുന്നു. ഷൂട്ടിംഗ് സെറ്റിൽ കുഴഞ്ഞു വീണ ഒരാഴ്ചയായി ചെന്നൈയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഇന്നലെ രാത്രി 8:30യോടെയായിരുന്നു അന്ത്യം. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിനു ശേഷം കരളും വൃക്കയും തകരാറിലായതായി റിപ്പോർട്ടുകളിൽ പറയുന്നു. ധർമ്മസ്ഥലയിൽ നിന്നും വീണ്ടും തലയോട്ടി കിട്ടിയതായി റിപ്പോർട്ട്. ബംഗലഗുഡെ വനത്തിൽ നിന്ന് ഇന്ന് ലഭിച്ചത് 2 തലയോട്ടികളാണ്. തലയോട്ടിക്കൊപ്പം അസ്ഥികൂടവും ലഭിച്ചിട്ടുണ്ട്. സമീപത്ത് നിന്ന് 7 വർഷങ്ങൾക്ക് മുൻപ് കാണാതായ ഒരാളുടെ തിരിച്ചറിയൽ കാർഡും തിരച്ചിലിൽ കിട്ടി. ഇതോടെ 2 ദിവസത്തെ തിരച്ചിലിൽ കിട്ടിയ തലയോട്ടികളുടെ എണ്ണം 7ആയി. അദാനി ഗ്രൂപ്പ് ഓഹരി വിപണിയിൽ വൻ തട്ടിപ്പ് നടത്തിയെന്ന അമേരിക്കൻ ഷോർട്ട് സെല്ലർ കമ്പനിയായ ഹിൻഡൻബർഗിന്റെ റിപ്പോർട്ട് തള്ളി അദാനിക്ക് ക്ലീൻ ചിറ്റ് നൽകി സെബി. അദാനി ഗ്രൂപ്പിനെതിരായി ഉയർന്ന ഓഹരി വിപണിയിൽ കൃത്രിമം കാണിച്ചെന്ന ആരോപണങ്ങളിൽ കഴമ്പില്ലെന്നാണ് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ കണ്ടെത്തൽ. ഇതിന്റെ അടിസ്ഥാനത്തിൽ അദാനി ഗ്രൂപ്പിനെതിരായ നടപടികൾ അവസാനിപ്പിക്കും. അദാനി ഗ്രൂപ്പിനെതിരായ വാർത്തകൾ വിലക്കിയ ഉത്തരവ് ഡൽഹി രോഹിണി കോടതി റദ്ദാക്കി. സിവിൽ കോടതിയുടെ ഉത്തരവ് നിലനിൽക്കില്ലെന്ന് നിരീക്ഷിച്ചാണ് 4 മാധ്യമ പ്രവർത്തകരെ വാർത്ത നൽകുന്നതിൽ നിന്നും വിലക്കിയ ഉത്തരവ് കോടതി റദ്ദാക്കിയത്. രവി നായർ അടക്കം 4 മാധ്യമ പ്രവർത്തകർ നൽകിയ അപ്പീലിലാണ് കോടതി ഉത്തരവ്. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തെറ്റിദ്ധാരണ പടർത്താൻ ശ്രമിക്കുന്നുവെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. രാഹുൽ നടത്തിയ യാത്ര വോട്ട് മോഷ്ടിക്കുന്നതിനെതിരെ ആയിരുന്നില്ല, അത് നുഴഞ്ഞുകയറ്റുകാരെ സംരക്ഷിക്കാൻ വേണ്ടിയായിരുന്നുവെന്നും അമിത്ഷാ ബീഹാറിലെ റോഹ്താസിൽ നടന്ന റാലിയിൽ BJP പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകെ പറഞ്ഞു. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർത്തി രാഹുൽ നടത്തിയ വാർത്താ സമ്മേളനത്തിനു പിന്നാലെയാണ് രാഹുലിനെതിരെ ആഞ്ഞടിച്ച് അമിത്ഷാ രംഗത്തെത്തിയത്. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഉന്നയിച്ച വോട്ട് മോഷണം ആരോപണങ്ങൾക്ക് രൂക്ഷ വിമർശനവുമായി മുതിർന്ന BJP നേതാവ് അനുരാഗ് ഠാക്കൂർ.
രാഹുൽ ഗാന്ധിയുടേത് അടിസ്ഥാനപരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന പതിവ് ശൈലിയാണെന്നും തുടർച്ചയായി തെരഞ്ഞെടുപ്പ് പരാജയങ്ങളിലെ നിരാശയാണിതിനു പിന്നിലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. രാഹുൽ ഗാന്ധി ഹൈഡ്രജൻ ബോംബ് പൊട്ടിക്കുന്നതിനു പകരം പൂത്തിരി കത്തിച്ചു മടങ്ങിയെന്നും ഠാക്കൂർ പരിഹസിച്ചു. അഹമ്മദാബാദിലെ വിമാനാപകടത്തിൽ ബോയിങ്ങിനും കോക്പിറ്റിലെ ഇന്ധന സ്വിച്ച് മാറ്റിയ ഹണിവെല്ലിനുമെതിരെ അമേരിക്കയിൽ കേസ് ഫയൽ ചെയ്ത് മരിച്ചവരുടെ കുടുംബം അമേരിക്കയിലെ ഡെലവെയറിലാണ് കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. ഇന്ധന സ്വിച്ച് തകരാറിലായതാണ് അപകട കാരണമെന്നാണ് കുടുംബങ്ങൾ ആരോപിക്കുന്നത്. ഇതാദ്യമായി അഹമ്മദാബാദ് വിമാനാപകടത്തിൽ യുഎസിൽ കേസ് ഫയൽ ചെയ്യുന്നത്. ഖജുരാഹോയിലെ ജവാരി ക്ഷേത്രത്തിലെ വിഗ്രഹം പുനഃസ്ഥാപിക്കുന്നതിനെക്കുറിച്ചുള്ള ഹർജി പരിഗണിക്കവേ നടത്തിയ ദൈവത്തോട് പോയി പറയൂ എന്ന പരാമർശത്തിനെതിരെ പ്രതിഷേധമുയർന്ന സാഹചര്യത്തിൽ ഖേദം പ്രകടിപ്പിച്ചും ചീഫ് ജസ്റ്റിസ് ബി.ആർ. ഗവായി ഒരു മതത്തെയും വേദനിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്നും ഇന്ത്യയുടെ മതനിരപേക്ഷതയിൽ തനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ടെന്നും എല്ലാ മതങ്ങളോടും എനിക്ക് ആഴമുള്ള ബഹുമാനമുണ്ടെന്നും എന്റെ പ്രസ്താവന ആരുടെയെങ്കിലും വികാരങ്ങളെ വ്രണപ്പെടുത്തിയതാണെങ്കിൽ അതിൽ താൻ ഖേദിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ ദിവസം ക്ഷേത്രത്തിലെ കേടുപാടുകൾ സംഭവിച്ച വിഷ്ണു വിഗ്രഹം പുനഃസ്ഥാപിക്കുന്നതിനെക്കുറിച്ചുള്ള ഹർജി പരിഗണിക്കുന്ന സമയത്താണ് ചീഫ് ജസ്റ്റിസ് നടത്തിയ പരാമർശം വിവാദമായത്. ആണവശക്തികളായ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം താൻ ഇടപെട്ട് അവസാനിപ്പിച്ചു എന്ന് വീണ്ടും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. വ്യാപാര ബന്ധമുണ്ടാകില്ലെന്ന് താക്കീത് നൽകിയാണ് താൻ ഇടപെട്ടതെന്നും ട്രംപ് വ്യക്തമാക്കി. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് തനിക്ക് അടുത്ത ബന്ധമുണ്ടെന്നും സുഹൃത്തുകൂടിയായ മോദിയോട് താൻ സംസാരിച്ചുവെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. ലോകത്തിലെ ആദ്യത്തെ ഹൈ പവർ ലേസർ ഇന്റർസെപ്റ്റർ സിസ്റ്റം വിന്യസിച്ച ഇസ്രയേൽ അയൺ ബീമിന്റെ ഏറ്റവും പുതിയ പതിപ്പാണ് ഇസ്രയേൽ വിന്യസിച്ചിരിക്കുന്നതെന്നാണ് വിവരം. ഈ സിസ്റ്റം ഏറ്റവും ഫലപ്രദവും യുദ്ധത്തിൽ വിജയകരമായി പരീക്ഷിച്ചതുമാണെന്ന് ഇസ്രയേൽ അവകാശപ്പെടുന്നു. ഇന്ത്യയ്ക്കുമേൽ ചുമത്തിയ താരിഫിൽ 25% അമേരിക്ക പിൻവലിച്ചേക്കുമെന്ന സൂചന നൽകി മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് വി. അനന്ത നാഗേശ്വരൻ. റഷ്യയിൽ നിന്നും ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിനുള്ള പിഴ താരിഫായി ചുമത്തിയ 25% നവംബറോടെ പിൻവലിച്ചേക്കുമെന്നാണ് വിവരം. വ്യാപാര കരാറിനുമേലുള്ള ചർച്ച പുരോഗമിക്കുന്നതിനിടെയാണ് നിർണായക സൂചനകൾ പുറത്തുവരുന്നത്. തീരുവയുടെ പേരിൽ ഇന്ത്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങളെ സമ്മർദ്ദത്തിലാക്കാനുള്ള അമേരിക്കൻ നീക്കം വിജയിക്കില്ലെന്ന് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് പറഞ്ഞു. ഇന്ത്യയും ചൈനയുമൊന്നും അത്തരം അന്ത്യശാസനങ്ങൾക്ക് വഴങ്ങില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് നിർത്താൻ ചൈനയോടും ഇന്ത്യയോടും അമേരിക്ക ആവശ്യപ്പെടുന്നതിലൂടെ ഈ രാജ്യങ്ങൾ അമേരിക്കയിൽ നിന്നും കൂടുതൽ അകലുകയാണ് ചെയ്യുക എന്നും അദ്ദേഹം പറഞ്ഞു. ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് ജാവലിൻ ത്രോയിൽ നിലവിലെ ചാമ്പ്യൻ ഇന്ത്യയുടെ നീരജ് ചോപ്രയ്ക്ക് മെഡലില്ലാതെ മടങ്ങേണ്ടി വന്നു. തന്റെ മുഖച്ച ദൂരം കണ്ടെത്താനാവാത്ത നീരജ് 8ാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തത്. അതേസമയം 86.27 മീറ്റർ ദൂരം താണ്ടി ഇന്ത്യയുടെ സച്ചിൻ യാദവ് 4ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തു. തന്റെ 4ാം ശ്രമത്തിൽ തന്നെ 88.16 മീറ്റർ ദൂരം താണ്ടിയ ട്രിൻബാഗോയുടെ കെഷോം വാൽക്കോട്ടാണ് സ്വർണം നേടിയത്. ഏഷ്യാകപ്പ് ക്രിക്കറ്റിലെ ആവേശ പോരാട്ടത്തിൽ അഫ്ഗാനിസ്ഥാനെ 6 വിക്കറ്റിന് വീഴ്ത്തി ശ്രീലങ്ക ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി സൂപ്പർ 4-ലെത്തി. ആദ്യം ബാറ്റ് ചെയ്ത അഫ്ഗാൻ ഉയർത്തിയ 170 റൺസ് വിജയലക്ഷ്യം കുശാൽ മെൻഡിസിന്റെ അപരാജിത അർദ്ധ സെഞ്ചുറിയുടെ കരുത്തിൽ ശ്രീലങ്ക 4 വിക്കറ്റ് നഷ്ടത്തിൽ 18.4 ഓവറിൽ മറികടന്നു. 52 പന്തിൽ 74 റൺസുമായി കുശാൽ മെൻഡിസ് പുറത്താകാതെ നിന്നു. ഈ ജയത്തോടെ ഗ്രൂപ്പ് ബിയിൽ നിന്നും ശ്രീലങ്കയും ബംഗ്ലാദേശും സൂപ്പർ 4-ലെത്തിയപ്പോൾ അഫ്ഗാനിസ്ഥാൻ സൂപ്പർ 4-ലെത്താതെ പുറത്തായി. 2025 ആഗസ്റ്റ് വരെയുള്ള കണക്കുകൾ പ്രകാരം രാജ്യത്തെ മൊത്തം സ്വർണ്ണ വായ്പകൾ 2.94 ലക്ഷം കോടി രൂപയെത്തിയിരിക്കുന്നു. 2024 ജൂലൈയിൽ 1.32 ലക്ഷം കോടി മാത്രമായിരുന്നു ഇത്. അതായത് 125% വർധനമാണ് ഒരു വർഷം കൊണ്ടുണ്ടായിരിക്കുന്നത്. നടപ്പു സാമ്പത്തിക വർഷത്തിലും സ്വർണ്ണവായ്പകൾ തകർത്തു മുന്നേറിയിട്ടുണ്ട്. 2024 സാമ്പത്തിക വർഷത്തിലെ 1 ലക്ഷം കോടിയിൽ നിന്നും 103% ഉയർന്ന് 2.1 ലക്ഷം കോടിയായി മാറി. അതായത് 103% വർധനവ്. വ്യക്തിഗത വായ്പകളിൽ 8%, ക്രെഡിറ്റ് കാർഡുകളിൽ 6%വുമാണ് വാർഷിക വളർച്ച എന്നിരിക്കെയാണ് ഇത്.